ഡൽഹി SNDP യൂണിയന്റെയും ശ്രീനാരായണ കേന്ദ്ര ഡൽഹിയും സംയുക്തമായി 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആചരിച്ചു. മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള പ്രമുഖരും ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി. ഡൽഹി SNDP യൂണിയനും ശ്രീനാരായണ കേന്ദ്രവും സംയുക്തമായാണ് 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആചരിച്ചത്. വികാസ്പുരി കേരള സ്കൂളിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. श्रीनारायण गुरुदेव ना केवल केरल के बल्कि ना केवल साउथ भारत के इस मानव जाति के गुरुदेव हैं, जिन्होंने इस पूरे समाज को दिशा दी और सोचने का एक नया तरीका दिया. ശ്രീനാരായണ കേന്ദ്രം അധ്യക്ഷ ബീന ബാബുറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തുഷാർ വെള്ളാപ്പള്ളി ഗുരുജയന്തി സന്ദേശം നൽകി. നമുക്ക് ഒരു നൂറ്റാണ്ട് കൊണ്ട് നമുക്കുണ്ടായിരുന്നത് 3800ഓളം ശാഖകളും ഏതാണ്ട് 50 യൂണിയനുമായിരുന്നു SNDP യോഗത്തിനുണ്ടായത്. നമുക്ക് 3 ടയർ സിസ്റ്റമായിരുന്നു, ശാഖായോഗം, യൂണിയൻ, യോഗം എന്ന 3 ടയർ സിസ്റ്റത്തിൽ നിന്ന് നമുക്കിന്ന് ഏതാണ്ട് 80,000-ഓളം കുടുംബ യൂണിറ്റുകൾ, മൈക്രോ യൂണിറ്റുകൾ, 35,000-ഓളം കുടുംബ യൂണിറ്റുകൾ, ഏതാണ്ട് 7,000-ഓടടുത്ത് ശാഖകൾ, 140ഓളം യൂണിയനുകളുമായി. എവിടെയൊക്കെ ഈഴവനും തീയനുമുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ശാഖകളും യൂണിയനും സജീവമായിക്കൊണ്ട് നമുക്ക് ഏതാണ്ട് ഒരു മാസം ഇതുപോലെ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള 3 ലക്ഷത്തിന് മുകളിൽ മീറ്റിങ്ങുകളാണ് SNDP യോഗത്തിന് കീഴിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. SNDP യൂണിയൻ ഡൽഹി ഘടകം പ്രസിഡന്റ് TS അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ശ്രീനാരായണ കേന്ദ്രം സംഘടിപ്പിച്ച വിവിധ പരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും കലാപരിപാടികളും അരങ്ങേറി. KR മനോജ്, TK അനിൽ, ഗോപിനാഥനെ തുടങ്ങിയ പ്രമുഖരടക്കം ഡൽഹിയിലെ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായി. ജനം, ഡൽഹി.